ഹലോ എവ്രി വൺ, വെൽക്കം ടു അഡ്രിനാലിൻ. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് സെറാറ്റസ് ആൻറ്റീരിയർ. ദിസ് ഇസ് എ മസിൽ പ്രസൻറ്റ് ഇൻ ദി പെക്ടോറൽ റീജിയൻ. ഇതിനെ നമ്മളിപ്പോൾ പെക്ടറൽ റീജിയനിലെ ഒരു മസിലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ഇതിന് വേറെ രണ്ട് പേരും കൂടെ ഉണ്ട്, ബോക്സേഴ്സ് മസിൽ ആൻഡ് സ്വിമ്മേഴ്സ് മസിൽ. ഇറ്റ് ഹാസ് എ സെറേറ്റഡ് അപ്പിയറൻസ്. സെറേറ്റഡ് അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ സോ ടൂത്ത് ലൈക്ക് അല്ലെങ്കിൽ ജാഗ് ലൈക്ക് അപ്പിയറൻസ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് പ്രസൻറ്റ് ഓൺ ദി സൈഡ്സ് ഓഫ് ദി ചെസ്റ്റ് വാൾ. സോ ദിസ് വാസ് എ ക്വിക്ക് ഇൻട്രോ. പെട്ടെന്നൊന്ന് റീക്യാപ്പ് ചെയ്താൽ നമ്മൾ പഠിക്കുന്ന സെറാറ്റസ് ആൻറ്റീരിയർ എന്ന മസിലാണ്. ഇത് പെക്ടറൽ റീജിയനിൽ പെട്ടെന്ന് കൺസിഡർ ചെയ്യുന്ന ഒരു മസിലാണ്. ഇതിന് വേറെ രണ്ട് പേരും കൂടെ ഉണ്ട്, ബോക്സേഴ്സ് മസിൽ, സ്വിമ്മേഴ്സ് മസിൽ. ദിസ് ആസ് എ സെറേറ്റഡ് അപ്പിയറൻസ്. സെറേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോ ടൂത്ത് ലൈക്ക് അപ്പിയറൻസ് സീൻ ഓൺ ദി സൈഡ്സ് ഓഫ് ചെസ്റ്റ് വാൾ. ഇനി നമുക്ക് ഒറിജിനെ പറ്റി പറയണം. ഒറിജിനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം ഇതിന് 8 ഡിജിറ്റേഷൻ ഉണ്ട്. 8 ഡിജിറ്റേഷൻ ഉണ്ട്. അപ്പം 8 ഡിജിറ്റേഷനും അപ്പർ 8 റിബ്സിൽ നിന്നാണ് ഒറിജിൻ എടുക്കുന്നത്. It arises from the upper 8 ribs. The first digitation appear in the posterior triangle of neck. പിന്നെ ഫസ്റ്റ് ഡിജിറ്റേഷന് വേറൊരു പ്രത്യേകത കൂടെ. ഈ ഫസ്റ്റ് ഡിജിറ്റേഷൻ ഫസ്റ്റ് റിബിൽ നിന്ന് മാത്രമല്ല, ഇറ്റ് ഹാസ് ആൻ ഇംപ്രഷൻ ഓൺ ദി സെക്കൻഡ് റിബ് ഓൾസോ. പിന്നെ ബാക്കി ഉള്ള ഡിജിറ്റേഷനൊക്കെ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിബിൽ നിന്ന് തന്നെയായിരിക്കും അറൈസ് ചെയ്യുന്നത്. എക്സെപ്റ്റ് ഫോർ ദി ഫസ്റ്റ് റിബ്, ഇതിന് ഫസ്റ്റ് നിന്ന് മാത്രമല്ല ആൻ ഇംപ്രഷൻ ഓൺ ദി സെക്കൻഡ് റിബ് ഓൾസോ. പിന്നെ സെക്കൻഡ് റിബ് തൊട്ട് 8th റിബ് വരെ ഈ ഡിജിറ്റേഷനൊക്കെ അവിടെ നിന്ന് തന്നെയായിരിക്കും, ആ കറസ്പോണ്ടിങ് റിബിൽ നിന്ന് തന്നെയായിരിക്കും എറൈസ് ചെയ്യുന്നത്. ഇനി ഇൻസേർഷൻ പറയുകയാണെങ്കിൽ ഇറ്റ് ഇൻസേർട്ട്സ് ഓൺ ടു ദി മീഡിയൽ ബോർഡർ ഓഫ് ദി സ്കാപ്പുല. സ്കാപ്പുലയുടെ മീഡിയൽ ബോർഡറിലേക്കാണ് ഇതിന് ഇൻസേർഷൻ. ഇതിന് 2 സർഫസ് ഉണ്ടെന്നറിയാമല്ലോ. അപ്പം ഇതിൻ്റെ കോസ്റ്റൽ സർഫസ് എന്ന് പറഞ്ഞാൽ സബ് സ്കാപ്പുലാർ ഫോസ് ഒക്കെയുള്ള അതാണ് നമ്മുടെ കോസ്റ്റൽ സർഫസ്. ഈ കോസ്റ്റൽ സർഫസിൻ്റെ മീഡിയൽ ബോർഡറിലേക്കാണ് ഇതിൻ്റെ ഇൻസേർഷൻ വരുന്നത്. ഫസ്റ്റ് ഡിജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഫസ്റ്റ് ഡിജിറ്റേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഡിജിറ്റേഷൻ ഇതിൻ്റെ സുപ്പീരിയർ ആംഗിളിലേക്കാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് 2 ഡിജിറ്റേഷൻ, അതായത് സെക്കൻഡും തേർഡും, ഈ 2 ഇൻസേർഷൻ എവിടേക്ക് പോകും? ഇൻസേർട്ട്സ് ഇൻടു ദി മീഡിയൽ ബോർഡർ. സ്കാപ്പുലയുടെ മീഡിയൽ ബോർഡറിലേക്ക് ഇൻസേർട്ട് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഡിജിറ്റേഷൻ സുപ്പീരിയർ ആംഗിൾ ഇൻസേർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. സെക്കൻഡ് ആൻഡ് തേർഡ് മീഡിയൽ ബോർഡറിലേക്ക് ഇൻസേർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഇനി ബാക്കിയുള്ളത് 4, 5, 6, 7, 8 അവരൊക്കെ ഇൻഫീരിയർ ആംഗിളുടെ അവിടെ ഉള്ളൊരു ട്രയാങ്കുലാർ റീജിയനിലേക്ക് ഇവിടേക്ക് ഇൻസേർട്ട് ചെയ്യും. അപ്പം ആദ്യത്തെ ഡിജിറ്റ് സുപ്പീരിയർ ആംഗിളിലേക്ക്, 2ഉം 3യും മീഡിയൽ ബോർഡറിലേക്ക്, ബാക്കി 4 തൊട്ട് 8 വരെയുള്ളത് ട്രയാങ്കുലർ ഏരിയ ഓൺ ദി ഇൻഫീരിയർ ആംഗിൾ ഓഫ് ദി സ്കാപ്പുല. ഇനി ഇതിന് നെർവ് സപ്ലൈ നമുക്ക് എല്ലാവർക്കും അറിയാം. ലോങ് തൊറാസിക് നെർവാണ് ഇതിൻ്റെ നെർവ് സപ്ലൈ. റൂട്ട് വാല്യൂ C5, C6, C7. അപ്പം ഇതിൻ്റെ നെർവ് സപ്ലൈ പറ്റി കുറച്ചുകൂടെ പറയുമ്പം C5 ഫസ്റ്റ് 2 ഡിജിറ്റേഷൻ ആയിരിക്കും സപ്ലൈ ചെയ്യുന്നത്. C6 തേർഡ് ആൻഡ് ഫോർത്തും, C7 ബാക്കി 5 to 8th ഡിജിറ്റേഷന് സപ്ലൈ ചെയ്യും. അപ്പം നെർവ് സപ്ലൈ ലോങ് തൊറാസിക് നെർവ് എന്ന് പറഞ്ഞു. അതിൻ്റെ റൂട്ട് വാല്യൂ C5, C6, C7 ആണെന്ന് പറഞ്ഞു. C5 1 and 2 സപ്ലൈ എന്ന് പറഞ്ഞു. C6 3 and 4 സപ്ലൈ എന്ന് പറഞ്ഞു. C7 5 to 8 സപ്ലൈ എന്ന് പറഞ്ഞു. ഇനി ഇതിൻ്റെ ആക്ഷനെ പറ്റി പറയുമ്പോൾ ഇത് ബോക്സേഴ്സ് മസിലാണെന്നാണ് നമ്മൾ പറഞ്ഞത്. അതായത് ദിസ് ഇസ് എ പവർഫുൾ പ്രൊട്രാക്ടർ ഓഫ് സ്കാപ്പുല. It helps in pushing and punching. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ബോക്സേഴ്സ് മസിൽ എന്ന് വിളിക്കുന്നത്. ഇനി നെക്സ്റ്റ് ആക്ഷൻ എന്താണ്? ഇറ്റ് സ്റ്റഡീസ് ദ സ്കാപ്പുല ഡ്യൂറിങ് വെയ്റ്റ് ലിഫ്റ്റിംഗ് അല്ലെങ്കിൽ വെയ്റ്റ് ക്യാരിങ്. സ്റ്റഡീസ് ദ സ്കാപ്പുല ഡ്യൂറിങ് വെയ്റ്റ് carrying. It helps in
ഫോഴ്സ്ഡ് ഇൻസ്പിരേഷൻ. പിന്നെന്താ, ഓവർ ഹെഡ് അബ്ഡക്ഷൻ ഓഫ് ആമിന് സഹായിക്കുന്നത് സെറാറ്റസ് ആൻറ്റീരിയർ എന്ന് പറയുന്ന മസിലാണ്. ഓക്കെ, ഇത് 4 എണ്ണമാണ് ഇതിൻ്റെ ആക്ഷനായിട്ട് എഴുതാവുന്നത്. ബോക്സേഴ്സ് മസിലാണ്, പുഷിങ് ആൻഡ് പഞ്ചിങ്ങിന് സഹായിക്കുന്നു. വെയിറ്റ് ക്യാരി ചെയ്യുമ്പോഴത്തേക്കും സ്കാപ്പുലർ സ്റ്റഡി ആയിട്ട് വെക്കുന്നു. ഫോഴ്സ് ഇൻസ്പിറേഷനെ സഹായിക്കുന്നു. ഓവർ ഹെഡ് അബ്ഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ്, അതാണ് വിങ്ങിങ് ഓഫ് സ്കാപ്പുല. വിങ്ങിങ് ഓഫ് സ്കാപ്പുല എന്ന് പറഞ്ഞാൽ പാരാലിസിസ് ഓഫ് സെറാറ്റസ് ആൻറ്റീരിയർ. സെറാറ്റസ് ആൻറ്റീരിയറിന് പാരാലിസിസ് സംഭവിക്കുമ്പോഴാണ് നമ്മൾ വിങ്ങിങ് ഓഫ് സ്കാപ്പുല എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇൻഫീരിയർ ആംഗിൾ ആൻഡ് മീഡിയൽ ബോർഡർ ഓഫ് സ്കാപ്പുല തെളിഞ്ഞ് കാണാൻ പറ്റും. സോ ദേ വിൽ ബി പ്രോമിനൻറ്റ് ഇൻഫീരിയർ ആംഗിൾ ആൻഡ് മീഡിയൽ ബോർഡർ ഓഫ് സ്കാപ്പുല. അപ്പം സെറാറ്റസ് ആൻറ്റീരിയർ പാരാലിസിസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുഷ് ചെയ്യാനോ പഞ്ച് ചെയ്യാനോ പറ്റില്ല. ആംസ് തലയ്ക്ക് മേലെ പൊക്കാൻ വേണ്ടിയിട്ടും പറ്റില്ല. അപ്പം ഇതിൻ്റെ ക്ലിനിക്കൽ ടെസ്റ്റിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ ഫിസിയോളജിയിൽ എന്തായാലും ചെയ്യും. അപ്പം ഫോർവേഡ് പ്രഷർ വിത്ത് ദി ഹാൻഡ്സ് അഗെയിൻസ്റ്റ് വാൾ. ഒരു ഭിത്തിക്ക് നേരെ പേഷ്യൻറ്റിനെ നിർത്തുക, എന്നിട്ട് ഭിത്തി തള്ളാൻ പറയുക. അപ്പം അങ്ങനെ തള്ളാൻ പറയുമ്പോഴത്തേക്കും ഇൻഫീരിയർ ആംഗിൾ ഓഫ് സ്കാപ്പുല വിസിബിളായിട്ട് കാണാൻ പറ്റും. അങ്ങനെയാണ് ക്ലിനിക്കൽ ടെസ്റ്റിങ് ചെയ്യുന്നത്. സോ ക്വിക്ക് റിവിഷൻ, സെറാറ്റസ് ആൻറ്റീരിയർ എന്ന് പറയുന്ന പെക്ടറൽ റീജിയനിൽ ഇപ്പോൾ കൺസിഡർ ചെയ്യുന്ന മസിലാണ്. അതിനെ ബോക്സസ് മസിൽ എന്നോ സ്വിമ്മേഴ്സ് മസിൽ എന്നോ വിളിക്കും. അതിന് സെറേറ്റർ അപ്പിയറൻസ് ഉണ്ട്. അത് സൈഡ്സ് ഓഫ് ദ ചെസ്റ്റ് വാളിലാണ് കാണുന്നത്. ഇതിൻ്റെ ഒറിജിനെ പറ്റി പറയുമ്പോൾ അപ്പർ 8 റിബ്സിൽ നിന്നാണ് ഇത് ഒറിജിൻ ചെയ്യുന്നത്. ഫസ്റ്റ് റിബ് നിന്ന് മാത്രമല്ല, സെക്കൻഡ് റിബിൽ ഒരു ഇംപ്രഷനും കൂടെ കൊടുത്തിട്ടാണ് ഫസ്റ്റ് ഡിജിറ്റേഷൻ റൈസ് ചെയ്യുന്നത്. ബാക്കി സെക്കൻഡ് തൊട്ട് 8 വരെയുള്ളവർ കറസ്പോണ്ടിങ് റിബ്സിൽ നിന്ന് തന്നെ റൈസ് ചെയ്യും. ഇനി ഇൻസേർഷനെ പറ്റി പറയുമ്പോൾ ഈ സ്കാപ്പുലയുടെ കോസ്റ്റൽ സർഫസിൻ്റെ മീഡിയൽ ബോർഡറിലേക്കാണിത് ഇൻസേർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഡിജിറ്റേഷൻ സുപ്പീരിയർ ആംഗിളിലേക്ക്, സെക്കൻഡും തേർഡും മീഡിയൽ ബോർഡറിലേക്ക്, 4th തൊട്ട് 8th വരെ ഒരു ട്രയാങ്കിൾ സ്പേസ് ഉണ്ട് ഇൻഫീരിയർ ആംഗിളിൽ. അവിടേക്കാണ് ഇതിൻ്റെ ഇൻസേർഷൻ വരുന്നത്. നെർവ് സപ്ലൈ ലോങ് തൊറാസിക് നെർവ്, റൂട്ട് വാല്യൂ C5, C6, C7. C5 ഫസ്റ്റ് 2 ഡിജിറ്റ്സിന് ഇൻസേർഷൻ കൊടുക്കും. C6 3rd and 4th ഡിജിറ്റ്സിന് ഇൻസേർഷൻ കൊടുക്കും. C7 5 to 8 ഡിജിറ്റേഷന് ഇൻസേർഷൻ കൊടുക്കും. ആക്ഷൻ, ദിസ് ഇസ് എ ബോക്സേഴ്സ് മസിലാണ്. സോ ദിസ് ഇസ് എ പവർഫുൾ പ്രൊട്രാക്ടർ ഓഫ് സ്കാപ്പുല. പുഷിങ് ആൻഡ് പഞ്ചിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് സ്റ്റഡീസ് ദ സ്കാപ്പുല ഡ്യൂറിങ് വെയിറ്റ് ക്യാരിങ്, ഹെൽപ്സ് ഇൻ ഫോഴ്സ്ഡ് ഇൻസ്പിരേഷൻ, ഹെൽപ്സ് ഇൻ ഓവർ ഹെഡ് ആം അബ്ഡക്ഷൻ. ക്ലിനിക്കൽ വിങ്ങിങ് ഓഫ് സ്കാപ്പുല. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.